Hi guys, welcome to Veranda Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. So നമ്മൾ ഇന്ന് ടാറ്റ് CHSL 2024ന്റെ ഏറ്റവും വീഡിയോ ആണ് പോകുന്നത്. റിവിഷൻ ആൻഡ് പ്രാക്ടീസ് വീഡിയോ ആണ്. സോ ഇത്രയും നാൾ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം വെച്ചിട്ടായിരിക്കും പോകുന്നത്. CHSL എക്സാമിന് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഈ ജൂലൈയിൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. കാരണം ഇനി ഒരു ആഴ്ചയും കൂടെ ഉള്ളൂ CHSL എക്സാമിന് വേണ്ടി. ഫേസ് 11 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ പാറ്റേൺസ് എല്ലാം വെൻഡർ ചേഞ്ച് ആണെങ്കിലും പാറ്റേൺസിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ജിക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടെന്നേ ഉള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റീസണിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. കോഡഡ് ബ്ലഡ് റിലേഷൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പോൾ കോഡഡ് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇട്ടേക്കുന്നത്. സോ നോക്കി, A+B എന്ന് പറഞ്ഞാൽ മദർ ഓഫ് എ, മൈനസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ, ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഫാദർ, ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ബ്രദർ. സോ അങ്ങനെയാണെങ്കിൽ ഏതിലാണ് Q ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് P എന്ന് വന്നേക്കുന്നത്? ഇതിലൊന്ന് ശ്രദ്ധിക്കണം, നൺ ഓഫ് ദീസും കൂടെ വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, സോ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കൂ. സോ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ എന്ന് നോക്കിയാൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. P+N അല്ലേ. പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, മദർ എന്നാണ്. മൈനസ് എന്ന് പറഞ്ഞ സിസ്റ്റർ, ഇൻറ്റു എന്ന് പറയുന്നത് ഫാദർ, ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് ബ്രദർ ആണേ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ P+N, P ഈസ് ദ മദർ ഓഫ് N എന്നാണ് വന്നേക്കുന്നത്. P ഈസ് ദ മദർ ഓഫ് N. ദെൻ N സ്റ്റാർ M, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ്. N ഈസ് ദ ഫാദർ ഓഫ് M. അപ്പോൾ അതിൻ്റെയും താഴോട്ടേ Q പോകും. അപ്പോൾ എന്തായാലും എന്ത് വരത്തില്ല, Q എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ആയിട്ട് വരത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ Q സ്റ്റാർ N, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫാദർ ആണ്. Q ഈസ് ദ ഫാദർ ഓഫ് N. N സ്റ്റാർ M, N സ്റ്റാർ എന്ന് വെച്ചാൽ N ഈസ് ദ ഫാദർ ഓഫ് M. പക്ഷേ പ്ലസ് P, പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് ദ മദർ, മദർ ഓഫ് P. ഗ്രാൻഡ് ഫാദർ വരുമോ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് വരുന്നത്. സോ അതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. രണ്ടും തെറ്റാണ്. അടുത്ത നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ്ലി എഴുതാം Q ബീറ്റ ഓഫ് M, ദാറ്റ് ഈസ് ബ്രദർ എന്നാണ്. ബ്രദറിൻ്റെ പിന്നെ അങ്ങനെ പോയേക്കുവാണ് അല്ലേ. സോ അതും വരത്തില്ല. സോ ഇതിൽ ഏതാണ് ആൻസർ, നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഓപ്ഷൻ പെട്ടെന്ന് ചെക്ക് ചെയ്യുക, 30 സെക്കൻഡിനുള്ളിൽ തന്നെ ചെക്ക് ചെയ്യുക. ആൻഡ് അതിൻ്റെ എന്താണ് ജെൻഡറും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് കിട്ടും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എത്രയാണ്, ഓപ്ഷൻ 4 നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്തെന്ന് പറയുന്നത് പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ് ഓഫ് എ ബോയ് എന്ന് വെച്ചാൽ ഇത് ബ്ലഡ് റിലേഷന് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന് കോഡഡ് ബ്ലഡ് റിലേഷനും ഒന്ന് പോയിന്റിംഗ് ടു ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത്. സോ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. So question എന്താണ്, pointing to a photograph of a boy, Suresh said he is the son of the only son of my mother. ഓക്കെ, അപ്പം മൈ കഴിഞ്ഞിട്ട് വരുന്ന മദർ ആണ്. സോ മദറിൻ്റെ only son. സോ സണ്ണിൻ്റെ വീണ്ടും സൺ തന്നെ. ഓക്കെ, ഇതാണ് ആര്, ആ പിക്ചറിലുള്ള ബോയ് എന്ന് പറയുന്നത്. ഇതാരാണ്, സുരേഷ് ആണല്ലേ. കാരണം സുരേഷിൻ്റെ മദറിൻ്റെ only സണ്ണിൻ്റെ സൺ. സോ ആരായിരിക്കും സുരേഷും ആ ബോയ് എങ്ങനെ ആയിരിക്കും റിലേറ്റ്, ബോയിൻ്റെ ഫാദർ ആയിരിക്കും സുരേഷ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഫാദർ. ഹൗ ഇസ് സുരേഷ് റിലേറ്റഡ് ടു ദാറ്റ് ബോയ്, ഇറ്റ്സ് സുരേഷ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ദാറ്റ് ബോയ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിഷൻസ് എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് MSISNOS എന്നാണ്. ഓൺലൈൻ എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് ഏത് രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. സോ മിഷൻ എന്ന് പറയുന്നത് അല്ലേ, MISSIONS, അത് കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്,
MSI then IS NOS അല്ലേ? ഈ ഒരു രീതിയിലാണ് കോഡ് ചെയ്തത്. നോക്കി നമുക്ക് ഫസ്റ്റും ലാസ്റ്റും ആയിട്ടുള്ള സംഖ്യകൾ അല്ലെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും ലെറ്റേഴ്സിന് ഒരു ചേഞ്ചും ഇല്ല അല്ലേ? ഒരു ചേഞ്ചും ഇല്ല. ബാക്കിയുള്ള ലെറ്റേഴ്സ് നോക്കിയാൽ ഇൻ്റർചേഞ്ച് ചെയ്തേക്കുവാണ് അല്ലേ? ഇൻ്റർചേഞ്ച് ചെയ്തേക്കുവാണ്. രണ്ടെണ്ണം വെച്ചിട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് പോയേക്കുവാണ്. സോ ഫസ്റ്റും ലാസ്റ്റിനും ഒരു ചേഞ്ചും ഇല്ല, ബാക്കിയുള്ളതെല്ലാം ഇൻ്റർചേഞ്ച് ചെയ്ത് പോയേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ എന്ന് പറയുന്നത് അല്ലേ? ONLINE ഞാൻ പറഞ്ഞു. ഫസ്റ്റും ലാസ്റ്റിനും ഒരു ചേഞ്ചും ഇല്ല, OE. then ഇത് മാത്രം LN and next is NI. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. OLNNIE ഏതാണ് വരുന്നത്? ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ, ദെൻ ഒരു സർക്കിൾ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു 6 ലെവൽസിലൂടെ ആയിരിക്കും നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസും കടന്നു പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരാൻഡ റേസിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ആ വേണ്ടിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൈഗർ എന്ന് പറയുന്നത് QDFSH ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഫിഷ് ഈസ് റിലേറ്റഡ് ടു വാട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആദ്യത്തെ ഓപ്ഷൻ ഇതാണ്. ആദ്യത്തെ ഓപ്ഷൻ, ദെൻ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 5 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നോക്കി, ഇവിടെ 20 ആണ്, ഇവിടെ നോക്കി 19 -1, ഇവിടെ 9 ആണ് -1. സോ ഇങ്ങനെയായിരിക്കും പോകുന്നത്. -1 ചെയ്ത് പോകുന്നു. ഓക്കെ, -1 ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് വന്നേക്കുന്നത്? എന്താ? ഫിഷ്, FISH. ഫിഷിൻ്റെ -1 ചെയ്യുക. -1 ചെയ്യുമ്പോൾ എന്താ വരുന്നത്? E. ആൻഡ് ഇവിടെ -1 ചെയ്യുമ്പോൾ G. ദെൻ -1 വിച്ച് ഇസ് 9 -1 ചെയ്യുമ്പോൾ H, 8 ആണ്. ഇവിടെ -1 17 ആണ് Q. GQH -1 ചെയ്യുമ്പോൾ 6 ആണ്, 18 അല്ലേ വരുന്നത്? സോ ഇവിടെ വരുന്നത് 6 എന്നാണ്. സോ GRHE എന്നായിരിക്കും വരുന്നത്. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 2, GRHE ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രോസൺ എന്ന് പറയുന്നത് OFA PSD ആയിട്ട് എഴുതിയേക്കുന്ന ഒരു കോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ മോൾട്ടൺ എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്ന ഏത് രീതിയിൽ നിന്നാണ്? എല്ലാം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നേരത്തെ -1 ആണെങ്കിൽ ഇവിടെ +1 ഡയറക്റ്റ്ലി നമുക്ക് ചെയ്ത് നോക്കി. ഇവിടെ +1 ആഡ് ചെയ്തേക്കുന്നു. ഇവിടെ വീണ്ടും +1 ഇങ്ങനെ +1 ആഡ് ചെയ്ത് പോയേക്കുന്ന ഒരു സീരീസ് ആണ്. സോ ഇങ്ങനെയുള്ള സീരീസുകൾ വരാറുണ്ട്, നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ള സീരീസ് ആണ്. സോ അതുകൊണ്ടാണ് -1 +1 നമ്മൾ ഇട്ടേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോൾട്ടൺ എന്ന് പറഞ്ഞാൽ അല്ലേ, MOLTEN മോൾട്ടൺ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? +1 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര? N വരും. ഇവിടെ +1 O വരും. ഓക്കെ, അടുത്തേ ഇവിടെ +1 ആകുമ്പോൾ O, ദാറ്റ് ഈസ് അത് കഴിഞ്ഞിട്ട് എന്താ? 15 കഴിഞ്ഞിട്ട് 16 ആണ്, വിച്ച് ഇസ് PF. 21 ആണ് U, ആൻഡ് ദിസ് ഇസ് +1 വിച്ച് ഇസ് ഈക്വൽ ടു 13 M. അപ്പോൾ OFUMPN ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തെന്ന് പറയുന്നത് ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ ആണ്. 664, 332, 340, 170-89. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക.
സോ ഇത് നോക്കുവാണെങ്കിൽ 664 332 എന്താണ് ഇതിൻ്റെ പാതിയല്ലേ 332, അപ്പോൾ ഡിവൈഡ് ബൈ 2. ഇവിടെയാണെങ്കിലോ +8, വീണ്ടും ഇവിടെ ഡിവൈഡഡ് ബൈ 2. അടുത്ത വരുന്നത് എന്തായിരിക്കും +8, ദാറ്റ് ഈസ് 170 + 8 എത്രയാണ് 178. ഓപ്ഷൻ 4 ആണ് ഇവിടെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തതും ഒരു സീരീസ് ആണ്. 8, 43, 11, 41-39, 17 എന്ന് പറഞ്ഞു പോയേക്കുന്ന ഒരു സീരീസ് ആണ്. വളരെ എളുപ്പമുള്ളൊരു സീരീസ് ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. സോ ഇതൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് +3 -2 പോകുന്നൊരു സീരീസ് ആണ്. ഇവിടെ 8, 11 ഡാഷ് അങ്ങനെ ആണിക്കും പോകുന്നത്. 43, 41, 39 ആ രീതിയിലാണ് പോകുന്നത്. അപ്പം 43-ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് 41 വരുന്നത്. 8-ൽ നിന്ന് 3 കൂട്ടുമ്പോൾ 11. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 11-ൽ നിന്ന് 3 കൂട്ടുക എത്ര വരുന്നത് 14, വിച്ച് ഇസ് ഓപ്ഷൻ 2. രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. വളരെ എളുപ്പമുള്ളൊരു സീരീസ് ആണ്. +3 -2 പോയേക്കുന്ന ഒരു സീരീസ് ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിൻഡോ എന്ന് പറയുന്നത് പെയിനുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്, എന്നാൽ ബുക്ക് എന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്തേക്കുന്നത് ഏതുമായിട്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 30 സെക്കൻഡ് ടൈം തരാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ നോക്കിയേ, വിൻഡോ എന്ന് പറയുന്നത് പെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, എന്നാൽ ബുക്ക് റിലേറ്റ് ചെയ്തേക്കുന്നത് എന്തെന്നാണ്. പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിൻഡോസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. വിൻഡോ പെയിനുമായി റിലേറ്റ്, വിൻഡോസ് എല്ലാം പെയിനുമായി ഇതാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ബുക്ക് റിലേറ്റ് ചെയ്തേക്കുന്നത് ഏതുമായിട്ടാണ്, ഇറ്റ്സ് പേജുകളുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ വിൻഡോ പെയിൻ ആണെങ്കിൽ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, പേജസുമായിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. സോ അടുത്തത് മോങ്ക് എന്ന് പറയുന്ന ഡിവോഷൻ ആണെങ്കിൽ വേറെ ഏതാണ് ആ ഒരു രീതിയിൽ വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ മോങ്ക് എന്ന് പറയുന്നത് ഡിവോഷൻ, മോങ്ക് ഡിവോഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂർത്തിയുടെയോ അങ്ങനെ എന്തെങ്കിലും ഡിവോട്ടഡ് ആയിട്ടിരിക്കുന്ന ആളായിരിക്കും മോങ്ക്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് വരുന്നതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, റോവർ, വാണ്ടർലിസ്റ്റ്. ഓക്കെ, അപ്പോൾ റോവറിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ വാണ്ടർ ചെയ്ത് നടക്കുന്ന ഒരാളാണ് റോവർ എന്ന് പറയുന്നത്. ഓക്കെ, റോവർ എന്ന് പറഞ്ഞത് വൺ ഹു വാണ്ടേഴ്സ് വെച്ചാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത്, വാണ്ടർലിസ്റ്റ് പോലെ നടക്കുന്ന, വാണ്ടർ ആയിട്ട് നടക്കുന്ന ആളാണ് റോവർ. സോ ഇതിൻ്റെ ആൻസർ റോവർ, വാണ്ടർലിസ്റ്റ് എന്നാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കാണത്തില്ല, ബട്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, സിലോജിസം പോലെ അല്ല, നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിന് 2 കൺക്ലൂഷൻസും തരും. ഓക്കെ, 2 കൺക്ലൂഷൻസും തരും. ഈ കൺക്ലൂഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇൻ എ ക്രിക്കറ്റ് മാച്ച് ദ ടോട്ടൽ റൺസ് മെയ്ഡ് ബൈ എ ടീം വെയർ 200. ഔട്ട് ഓഫ് ദീസ് 160 റൺസ് വെയർ മെയ്ഡ് ബൈ സ്പിന്നേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ തന്നേക്കുന്നത് 80% ഓഫ് ടീം കൺസിസ്റ്റ് ഓഫ് സ്പിന്നേഴ്സ്, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻസ് വെയർ സ്പിന്നേഴ്സ് എന്നാണ്. സോ ഇതിന് എന്തായിരിക്കും വരുന്നതെന്നാണ് ജസ്റ്റ് ചോദിച്ചേക്കുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ആദ്യമേ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുക, സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കൺക്ലൂഷൻ റിലേറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ
80% ഓഫ് ടീം കൺസിസ്റ്റ് ഓഫ് സ്പിന്നേഴ്സ്. അത് പറയുന്നുണ്ടോ? സ്പിന്നേഴ്സ് ആണ് കൂടുതലെന്ന് പറയുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആകെ ടോട്ടൽ റൺസും 160 റൺസ് സ്പിന്നേഴ്സുമാണ് അടിച്ചതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അത് ഇവിടെ പറഞ്ഞേക്കുന്നത് 80% ആ ടീമിലും സ്പിന്നേഴ്സ് എന്നാണ്. അതപ്പോൾ കൺക്ലൂഷൻ അത് ഫോളോ ചെയ്യുന്നില്ല. ഇനി ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ സ്പിന്നേഴ്സ് ആണെന്ന് പറയുന്നുണ്ടോ? അതുമില്ല. സോ അതും എന്താണ്? തെറ്റാണ്. സോ നൺ ഓഫ് ദീസ് നെയ്തർ വൺ നോട്ട് ടു ഫോളോസ് ആണ്. ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഓക്കെ. സോ ഈ ഒരു 10 ക്വസ്റ്റ്യനിലൂടെ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു 10 ക്വസ്റ്റ്യൻ ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് 30 സെക്കൻഡ് ടൈമിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, വലിയ പാടൊന്നുമില്ല. CHSL നമുക്ക് എപ്പോഴും ടൈം നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ കോമ്പോസിറ്റ് ടൈമിംഗ് ആണ്. സോ ഈ ടൈം നമ്മൾ മാത്സിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് റീസണിങ് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറയുന്നത്. സോ ഇന്നത്തെ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.